നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ സെഷൻ്റെ ടോപ്പിക്ക് വനിതാ സംവരണം ദൂരെ ദൂരെ എന്നുള്ളതാണ്. വനിതാ സംവരണം യാഥാർത്ഥ്യമായാലോ അല്ലെങ്കിൽ എന്ത് മാറ്റം കൊണ്ടുവന്നാലോ എന്നുള്ളതല്ല. നോക്കൂ, നമ്മുടെ രാജ്യത്ത് 1919 മുതൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അന്ന് കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാണ്. സ്വത്തും ഭൂമിയുള്ള സ്ത്രീകൾക്ക് മാത്രമായിരുന്നു വോട്ടവകാശം. അത് കഴിഞ്ഞ് കാലക്രമേണ എല്ലാവർക്കും ലഭിച്ചു. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് 2024 ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു, 100 വർഷമാകാൻ പോവുകയാണ്. എന്നിട്ടും നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ മുന്നോട്ട് പോകണമെങ്കിൽ സംവരണം വേണം. സംവരണം അവർക്ക് അനിവാര്യമാണ്. അത് ഏത് മേഖലയാണെങ്കിലും സ്ത്രീക്കൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും ഈ വിഷയം ഇപ്പോഴും വനിതാ സംവരണം വേണമെന്ന വിഷയം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീമതി ടീച്ചറെ, ഇപ്പം ശരിയാണ്, ഇപ്പം നിയമമായി വനിതാ സംവരണം 33% നിയമമായി കഴിഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം 2024 പ്രാബല്യത്തിൽ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വരുന്നില്ല, പക്ഷേ എന്നാൽ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. നമ്മൾ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 20 മണ്ഡലങ്ങൾ, 33% എന്ന് പറയുമ്പം 6 അല്ലെങ്കിൽ 7 സീറ്റുകളിൽ ഇടതുപക്ഷം വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുമോ? ആര്യ ചോദിച്ച ചോദ്യം കുറച്ച് പ്രയാസകരമായ രീതിയിൽ ഉത്തരം പറയാൻ കുറച്ച് പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നു. വരാൻ പോകുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 1/3 എന്നുള്ള നിലയിൽ 7 സീറ്റിൽ സ്ത്രീകളെ ജയിച്ചു വരുമോ എന്നുള്ളത്, നിർത്തുമോ എന്നുള്ളത് നിർത്താം, പക്ഷേ 7 സീറ്റിലെങ്കിലും ജയിച്ചു വരുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വമാണ് സ്ത്രീകൾ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ സംവരണം ഈ 76 വർഷത്തിന് ശേഷം നിയമമായെങ്കിലും ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. കാരണം നിയമം പാസ്സാക്കിയാൽ അത് ഉടനടി പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഏതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം ആ നിയമത്തിൽ തന്നെ ഇതിനു മുൻപ് ഒരിക്കലും മറ്റൊരു നിയമത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് ഡീലിമിറ്റേഷൻ വേണം, അതുപോലെ ഇനി സെൻസസ് നടക്കണം, അത് ചിലപ്പോൾ 2029 അതല്ലെങ്കിൽ അതിനപ്പുറത്തായിരിക്കും. നമുക്ക് പ്രതീക്ഷ അങ്ങനെ വെച്ചു പുലർത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നിയമമാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുള്ളത്. ഞാൻ പാർലമെൻറ്റ് മെമ്പറായിരുന്നപ്പോൾ മാർച്ച് 8 എല്ലാ വർഷവും മാർച്ച് 8 എന്ന് പറയുന്ന ദിവസം വിമൻസ് റിസർവേഷൻ ബില്ല് ഉടനെ പ്രസൻറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സഭയിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഏതായാലും നിയമം പാസ്സായി. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് പറയാനുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യം തീർച്ചയായിട്ടും പലതരത്തിലുള്ള മേധാവിത്വം, ഭരണഘടനാ തുല്യത ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 തുല്യതയാണ് പറയുന്നതെങ്കിലും ഇപ്പോഴും വളരെയേറെ മേധാവിത്വം നിലനിൽക്കുകയും അത് പ്രയോഗത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പുരുഷ മേധാവിത്വവും നമ്മുടെ രാജ്യത്ത് നല്ലപോലെ ഉണ്ട്. രാഷ്ട്രീയ രംഗത്ത് മഹാഭൂരിപക്ഷവും എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം നേതൃത്വം സ്ത്രീകൾക്കല്ലെന്ന് മാത്രമല്ല, വളരെ ചെറിയ ശതമാനം മാത്രമേ സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുന്ന വേദികളിൽ വളരെ ചെറിയ നാമമാത്രമായ സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ഒരു തീരുമാനത്തെ, ഒരു നിലപാടിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ലോകമൊട്ടാകെ തന്നെ ഈ റിസർവേഷനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ബീജിംഗ് +5 അത് തീരുമാനമെടുക്കുകയും ലോകരാഷ്ട്രങ്ങൾ അത് അംഗീകരിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തത്. 25 വർഷമായി നമ്മൾ സംവരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവസാനം നിയമം വന്നു, ഇപ്പോഴും പക്ഷേ നടപ്പിലാവുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് തീരുമാനിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കും? എൻ്റെ അഭിപ്രായം, നിയമം പാസ്സായ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേക പ്രമുഖമായ ഭരണരംഗത്ത് ഉള്ളവരും ചിലപ്പോൾ പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തീരുമാനത്തിൽ നല്ല രീതിയിലുള്ള ഒരു നിലപാട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടെടുക്കണം. അവരുടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണിപ്പോൾ ഇന്ത്യയിലെ, ഇന്നലെയോ മറ്റോ കണ്ടിട്ടുള്ള വാർത്തയിൽ കണ്ടിട്ടുള്ളത്, സ്ത്രീ വോട്ടർമാരാണ് ഇന്ത്യയിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിനകത്ത് പോകുമ്പോൾ അവർക്ക് സീറ്റ് സംവരണം ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ മാന്യമായും
അതുപോലെ നമുക്ക് നീതിപൂർവകമായുമുള്ള ഒരു വിതരണം എന്നുള്ള നിലയിൽ ഒരു 1/3 സ്ത്രീകൾക്ക് കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ചാൽ തീർച്ചയായും അത് വളരെ സ്വാഗതാർഹമായിരിക്കും. എങ്കിലും അതങ്ങനെ സംഭവിച്ചാൽ തന്നെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെച്ചാൽ തന്നെ അത് ജയിച്ചു വരുമ്പോൾ അത്രത്തോളം 20-ൽ 3 സീറ്റ് ഉണ്ടാവുമെന്ന 20-ൻ്റെ 1/3 സീറ്റ് ഉണ്ടാവുമെന്ന അഭിപ്രായം എനിക്കില്ല. കാരണം സ്ത്രീകൾ പരമാവധി മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലം അവർക്ക്, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് സ്വാധീനം കുറഞ്ഞ മണ്ഡലത്തിൽ സ്ത്രീകളെ നിർത്താനും സ്വാധീനം കൂടുതലുള്ള മണ്ഡലത്തിൽ അവരുടെ ശക്തമായ പാർട്ടിയുടെ നേതൃത്വം മത്സരിപ്പിക്കാനും ഒക്കെയാണ് പലപ്പോഴും തീരുമാനിക്കാറ്. പക്ഷേ ഞാൻ പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു. നിങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം കണ്ണൂർ പാർലമെൻറ്റിൽ. പക്ഷേ വടകരയിൽ നിന്ന് സതി, അതുപോലെ പ്രേമജൻ ടീച്ചർ, അതുപോലെ നമ്മുടെ സുജാത, അതിനു മുമ്പ് സുശീല ഗോപാലൻ, ഇവരൊക്കെ പാർലമെൻറ്റിൽ എത്തിയ കേരളത്തിലെ വനിതകളാണ്. അതുകൊണ്ട് കുറച്ച് അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കുന്നത് എൻ്റെ പാർട്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടി നിർത്തുന്ന മണ്ഡലം കുറവാണെങ്കിൽ പോലും കുറച്ച് സ്വാധീനമുള്ള മണ്ഡലത്തിൽ തന്നെയാണ് പലപ്പോഴും സ്ത്രീകളെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നത്. അവിടെ തോൽവിയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും തീരെ വീക്കായിട്ടുള്ള, വളരെ മോശമായ, ഒരിക്കലും ജയിക്കില്ല എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നുന്ന മണ്ഡലത്തിൽ സ്ത്രീയെ നിർത്തിക്കളയാം, എന്നാൽ സ്ത്രീയെ നിർത്തിയല്ലോ എന്നുള്ള മട്ടിൽ നിന്ന് അതുകൊണ്ട് കാര്യമില്ല. സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് പോകണം. ഏതെല്ലാം മേഖലയിലേക്ക്, ഞാൻ ചുരുക്കിയാണ്, ഏതെല്ലാം മേഖലയിലേക്ക്. കേരളത്തിലെ ഹൈക്കോടതിയിലെ ആദ്യത്തെ ജഡ്ജി ആരാ? ഇന്ത്യയിലെ അന്നാ ചാണ്ടിയല്ലേ? കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയിലെത്തിയ ജഡ്ജി ആരാ? കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഫാത്തിമ ബീവി അല്ലേ? ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചു പോയ. എനിക്ക് കുറേ പറയാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ നിന്ന് ഇപ്പോഴും നമ്മുടെ നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിനകത്തോ ഇപ്പോൾ ഒരു പാർലമെൻറ്റ് മെമ്പർ മാത്രമാണ് വനിതയുള്ളത്. അത് കോൺഗ്രസിൽ നിന്നുള്ള രമ്യയാണ്, മറ്റാരുമില്ല. ഇടതുപക്ഷത്തിൽ നിന്ന് ആരുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനായിരുന്നു. ഏതായാലും രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ തന്നെ അവർ മത്സരിപ്പിക്കണമെന്ന് രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഒരു 4-5 പേരെങ്കിലും പാർലമെൻറ്റിനകത്ത്, ലോകസഭക്കകത്ത് സ്ത്രീകൾ വരും. അത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടേതാവാം, ഏത് രാഷ്ട്രീയ പാർട്ടിയെന്നല്ല, സ്ത്രീകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നായാലും പാർലമെൻറ്റിനകത്ത് എത്തണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. അത് തീർച്ചയായും ഞങ്ങളുടെ പാർട്ടി അതിനനുസരിച്ചുള്ള നല്ല തീരുമാനം മുൻപ് എടുത്തിട്ടുണ്ട്. ഇത്തവണയും അങ്ങനെ എടുക്കുന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, അപ്പം ഞാൻ 2019 ചില കണക്കുകൾ നോക്കുകയായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു പാർട്ടിയാണ് നാം തമിഴ് കക്ഷി എന്ന് പറഞ്ഞാൽ 48% ഉണ്ട്. അത് കഴിഞ്ഞ് 2ാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ്സാണ്, 35% ഉണ്ട്. 3ാം സ്ഥാനത്ത് CPM ആണ്, 14%. അത് കഴിഞ്ഞാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്. അത് കഴിഞ്ഞാണ് BJP. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 12 പോയിൻ്റാണ്, അതായത് 13% എന്ന് കൂട്ടിയാലും 100-ൽ 13 അത്രയേ ഉള്ളൂ കോൺഗ്രസിൽ, ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയിൽ വനിതാ സ്ഥാനാർത്ഥികൾ. അതോ വേണ്ടാന്ന് വെച്ചിട്ടാണോ? ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്നും അഭിമാനത്തോടെ ആണ് ഞാൻ കാണുന്നത്. ഈ വേദിയിലും ആ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ വരുന്നതും സന്തോഷമുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കണക്കുകൾ നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി എല്ലാ വനിതാ അവസരങ്ങൾക്കും നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അയിത്തവും അനാചാരവും ഈ സമൂഹത്തിൽ നിലനിന്ന് സ്ത്രീകൾ വീടിൻ്റെ പൂമുഖത്തുനിന്ന് മാത്രമല്ല പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട കാലത്ത് കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കടിഞ്ഞാൻ വനിതകളുടെ കയ്യിൽ കൊടുത്തതിനെ ഓർത്ത് ഞാനും അഭിമാനിക്കുന്നു. 1917 ഡോക്ടർ മിസസ് ആനി ബസന്റും 25-ൽ ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡുവും 1934 മിസസ് നെല്ലിസൺ ഗുപ്തയും അടക്കമുള്ള ഒരുപാട് പേരുടെ പേരുകൾ പറയാനുണ്ട്. ശേഷം ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി, വനിതാ രാഷ്ട്രപതി, വനിതാ കേന്ദ്രമന്ത്രി, വനിതാ മുഖ്യമന്ത്രി, വനിതാ ഗവർണർ, അങ്ങനെ പ്രൗഢഗംഭീരമായൊരു പാരമ്പര്യത്തിൻ്റെ ഗരിമയിൽ നിൽക്കുമ്പോഴും വർത്തമാന കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവകാശമായി, ആരുടെയും ഔദാര്യമല്ലാതെ ജന്മാവകാശമായി സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന കൃത്യമായ യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ടാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത്.
അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയോ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ മാത്രം പ്രശ്നമായി ഞാൻ കാണുന്നില്ല. വിശിഷ്യ ഞാൻ ഒട്ടും അങ്ങനെ കണ്ടുകൂടാ. കാരണം ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു ജില്ലയുടെ ചുമതല വനിതയെ ഏൽപ്പിച്ചിട്ടില്ല. അത് ഏൽപ്പിച്ചത് കോൺഗ്രസ് ആണ്. അതിലായത് ഞാനാണ്. അവിടെ 5 വർഷം പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു നഷ്ടവും ഉണ്ടായില്ല. മറിച്ച് ഒരു MLA പോലും ഇല്ലാതിരുന്ന കൊല്ലത്ത് 2 MLA-മാരുണ്ടായി. അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും അതിനു മുമ്പ് 43,000, 38,000, 39,000 ഇലക്ഷൻ, അങ്ങനെ CR മഹേഷിനെ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ബഹുദൂരം പിന്നിലായിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് മുന്നിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 10,000ങ്ങളിലേക്ക് ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തുകൾ ചുരുക്കം 5 പഞ്ചായത്ത് മാത്രമായിരുന്നു ആ കാലത്ത് ഞങ്ങൾക്ക്, ഞാൻ DC പ്രസിഡന്റ് ആകുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ദളിത് സ്ഥാനാർത്ഥി ജയിക്കാത്തതുകൊണ്ട് LDFൻ്റെ ഞങ്ങൾക്ക് 3 കൂടെ കിട്ടി. 8 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 22 പേര് UDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ട്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി. ഒരു മുനിസിപ്പാലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഒരു മുനിസിപ്പാലിറ്റി കിട്ടി. ഞാൻ പറഞ്ഞത് ഒരു വനിതയെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. മറിച്ച് ഒരു പുരുഷൻ ആ സ്ഥാനത്തിരിക്കുന്നതിനേക്കാൾ ഇരട്ടി പണിയെടുക്കേണ്ടി വന്നത് ഒഴിച്ചാൽ കൃത്യമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വനിതകൾ, ഞാൻ മാത്രമല്ല ആരായാലും അതുണ്ടാകും. അവസരം കൊടുത്താൽ ഏതൊരു വനിതയും ഏത് പാർട്ടിയിൽ നിന്നായാലും അവർ രാഷ്ട്രീയ ഉത്തരവാദിത്വവും സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ് ഞാൻ. 2011 മുതൽ ഞാനൊരു സ്വപ്നം കാണുന്നുണ്ട്. എന്ന് നടപ്പാകുമെന്നറിയില്ല. പക്ഷേ ഇപ്പോഴും ആ സ്വപ്നത്തിൻ്റെ പിന്നാലെയാണ്. ആ സ്വപ്നമെന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അവരുടെ പദവികൾ വീതം വയ്ക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരുടെയും ഔദാര്യമല്ലാതെ സ്വാഭാവിക പ്രക്രിയയിലൂടെ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിൽ DCC പ്രസിഡന്റ്മാരെ തീരുമാനിക്കുന്നു. 7 വനിതകൾ സ്വാഭാവികമായി കടന്നു വരുന്നൊരു ദിവസം. അതുപോലെ എല്ലാ പദവികളിലും CPMൻ്റെ ജില്ലാ സെക്രട്ടറിമാരെ തീരുമാനിക്കുന്നു. 7 വനിതകൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറിമാരായി വരുന്ന ദിവസം. BJP എല്ലാം വനിതാ ശാക്തീകരണം തങ്ങളാണെന്ന് പറയുന്നു. പക്ഷേ സ്വന്തം പാർട്ടിയിൽ ഒരു ചീഫിനെ കൊടുക്കാൻ, അല്ലാതെ ഭാരവാഹികളൊക്കെ കൊടുക്കുന്നു, എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചു. 36 പേര് അംഗങ്ങളുള്ളത്. ഞങ്ങൾ 4 വനിതകളുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാൽ വനിതകൾ കൂടുതലുണ്ട്. പക്ഷെ അതല്ല വേണ്ടുന്നത്. കൂടുതൽ വനിതകൾക്ക് അവസരം കൊടുക്കും. ചിലർ പറയും തെരഞ്ഞെടുപ്പ് നിർത്തിയ സ്ത്രീകൾ ജയിക്കത്തില്ല എന്ന്. ശരിയാ, നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പേര് ജയിക്കുന്നുണ്ട്, കുറച്ച് പേര് ജയിക്കാതെ, കൂടുതൽ പേര് ജയിക്കാത്തവരുടെ കഥയായിരിക്കാം ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന രംഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ? പക്ഷെ അതങ്ങനെ സംഭവിക്കുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ സാമൂഹികമായൊരു മാറ്റം അനിവാര്യമാണ്. നമ്മളിപ്പോഴും വളരെ കൂടുതൽ സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച് വേദികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നവർ പോലും കാര്യം വരുമ്പോൾ അത് കുടുംബത്തിലായാലും പുറത്തായാലും സ്ത്രീ അവകാശങ്ങൾ മറക്കുന്ന അവസ്ഥയാണുള്ളത്. എൻ്റെ അനുഭവങ്ങളിൽ പലയിടത്തുനിന്നും, വ്യക്തിപരമായ അനുഭവമല്ല, പൊതുവായി എടുത്തുന്നുണ്ട്. അതിനൊരു സാമൂഹ്യ മാറ്റം അനിവാര്യമാണ്. വിശിഷ്യ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പെണ്ണധികമുള്ള നാടാണ്, 52% സ്ത്രീകളുള്ള നാടാണ്. ഈ നാട്ടിൽ പോലും അത് നടപ്പാക്കാൻ നമുക്കാകുന്നില്ല എങ്കിൽ നമ്മൾ UPയെയും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെയൊക്കെ പലപ്പോഴും ചെറുതല്ലാത്ത രീതിയിൽ കുറ്റം പറയാറുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും അവരൊക്കെ കുറച്ചുകൂടി താഴ്ന്ന സൂചികകളനുസരിച്ച്, വികസന സൂചികകളനുസരിച്ച് താഴ്ന്നു നിൽക്കുന്നവരല്ലേ. പക്ഷേ അവിടെ ഒരു ദളിത് വനിത 4 തവണ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കേരളത്തിന് ഇനിയും ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. അങ്ങിങ്ങായി ഒറ്റപ്പെട്ട ചോദ്യങ്ങളോ അങ്ങിങ്ങായി ഒറ്റപ്പെട്ട ഇതുപോലുള്ള മാതൃഭൂമി ഒരുക്കിയ ഇത്തരം വേദികൾ, ഇതുപോലെ മറ്റുള്ള ഒരുക്കുന്ന വേദികളിലെ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. വനിതാ മുഖ്യമന്ത്രിമാരെ അവസരം കൊടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് പോലും അത്തരം മുദ്രാവാക്യങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഉയർത്തിയിട്ട് പോലും സമയമായപ്പോൾ അവർ മാറ്റി നിർത്തപ്പെട്ടു. അവർ കഴിവില്ലാത്തവരായിരുന്നില്ല, അവർ സ്ഥിരമായി ജയിക്കുന്നവരായിരുന്നു, അവർ ഭരണ പ്രാഗൽഭ്യം തെളിയിച്ചവരായിരുന്നു. അവരുടെ പേരിൽ മാത്രം വോട്ട് കിട്ടാനുള്ള വോട്ട് ബാങ്ക് കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പദവി അവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ഇത് മാറണം, മാറിയേ മതിയാകും. ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് തൊട്ടടുത്തുണ്ട്. IAS ഓഫീസർമാർ എത്രയോ പ്രഗത്ഭമതികളായ 1ാം റാങ്ക് ഹോൾഡേഴ്സിനെ അടക്കം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ വിധി നിർണായകമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനമെടുക്കുന്ന പദവിയിൽ എത്ര സ്ത്രീകളുണ്ടെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഏതാണ്ട് എല്ലായിടത്തെ സ്ഥിതിയാണ്. ശ്രീമതി ടീച്ചർ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചും മിസ്സസ് അന്ന ചാണ്ടിയെക്കുറിച്ചുമൊക്കെ വളരെ അഭിമാനത്തോടെ പറഞ്ഞു. ഒരു ഫാത്തിമ ബീവിയിൽ ഒതുങ്ങി നിൽക്കുകയാണ്, ഒരു അന്ന ചാണ്ടിയിൽ നിന്ന് തുടങ്ങി കുറച്ച് വനിതകളിൽ മാത്രമുണ്ട്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൽ പോലും വനിതാ ജഡ്ജിമാരുടെ എണ്ണം ഇത്രയും വർഷം എടുത്ത് നോക്കി എല്ലാം കൂടെ കൂട്ടി 2 കൊണ്ട് എണ്ണ തീർക്കാനേ ഉള്ളൂ. 2 പ്രാവശ്യം എണ്ണുമ്പോൾ പരമാവധി തീരും. സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ അവസര ഇല്ലായ്മ നടക്കുന്നു. ഇവിടെ അവസരത്തെക്കുറിച്ച് പറയട്ടെ,
എന്താ പറയുക, ഇപ്പോൾ പുരുഷന്മാർ എല്ലാ വേദികൾ, പുരുഷന്മാരോടൊന്നും ഒരു വിരോധവും ഇല്ല. ഞാനടക്കമുള്ള ഓരോ സ്ത്രീയുടെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നിലനിൽപ്പിനും പിന്നിൽ ഓരോ പുരുഷന്മാരുമുണ്ട്, എല്ലാവരും ഉണ്ട്. ചെറുപ്പം മുതൽ അച്ഛനായാലും സഹോദരനായാലും ഭർത്താവായാലും മകനായാലും സഹപാഠിയായാലും സുഹൃത്തായാലും സഹപ്രവർത്തകനായാലും പല രൂപത്തിലും നമുക്കെല്ലാം പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതം ഉണ്ടെന്നും നമ്മൾ കരുതുന്നില്ല. പരസ്പര പൂരകങ്ങളാണ് എന്ന പരസ്പര ബഹുമാനത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ, സ്ത്രീയുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നു. ജനസംഖ്യ ആനുപാതികമായി പകുതി അവകാശമുള്ള സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ട് അവിടെയെല്ലാം പുരുഷൻ കയറിയിരിക്കുമ്പോൾ ഒഴിഞ്ഞു തരൂ, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് ഞങ്ങളുടെ അവകാശം കൂടി അതിലുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് സ്വാഭാവികമായി ജന്മാവകാശം പിടിച്ചു വാങ്ങുവാനുള്ള പോരാട്ടത്തിലാണ് പാർട്ടിക്കുള്ളിലും പുറത്തുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു നാൾ കഴിഞ്ഞ സെപ്റ്റംബർ 18 സഭ കേന്ദ്ര പ്രധാനമന്ത്രിയൊക്കെ പറയുന്നു, ദേ സഭ കൂടാൻ പോണ്, എന്തോ വലുത് വരാൻ പോണെന്ന്. മാധ്യമങ്ങൾ 2 ദിവസമുള്ളപ്പോൾ പറഞ്ഞു വനിതാ സംവരണ ബില്ല് വരിക. ഞാനടക്കമുള്ള ശ്രീമതി ചേച്ചി ഉൾപ്പെടെയുള്ള നിവേദിത ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും സന്തോഷിച്ചു. ദേ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പാർലമെൻറ്റിൽ 33% വനിതാ സംവരണം വരാൻ പോവുകയെന്ന് എല്ലാ രാജ്യം കാതോർത്തു നിന്നു. മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചകളും എല്ലായിടത്തും നമ്മൾ ഉൾപ്പെടെ എല്ലാ മുക്കിലും മൂലയിലും അതായിരുന്നു ചർച്ച. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ കണക്ക് വന്നു, വന്നു ദാ പോയി എന്ന് പറഞ്ഞാൽ അല്പം പോലും അതിശയോക്തിയില്ല. എങ്ങനെ ഒരു നിയമത്തെ ഇങ്ങനെ കൊല്ലാൻ കഴിയുന്നു? സ്വാഭാവികമായും സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് മുമ്പ് കോൺഗ്രസ് ഗവൺമെൻറ്, UPA ഗവൺമെൻറ് കേരളം ഭരിച്ചപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഈ ബില്ല് സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. ലോക്സഭയിൽ ആ ദൃശ്യങ്ങൾ ഇന്നും ഞാൻ മറന്നുപോയിട്ടില്ല. ആ ബില്ല് സഭയിൽ അവതരിപ്പിച്ച ദിവസം യാദവത്രയങ്ങൾ സഭയിൽ എഴുന്നേറ്റിരുന്ന് ബില്ല് കളയുകയും സഭയിൽ അങ്ങേയറ്റം അശാന്തമായ ഭയങ്കര തർക്കം, മാർഷൽസൊക്കെ ഇറങ്ങി പിടിച്ചു മാറ്റുന്ന അടക്കമുള്ള നാടകീയമായ സംഭവങ്ങൾക്ക് നമ്മുടെ ലോക്സഭ സാക്ഷ്യം വഹിച്ചു. ലോക്സഭയിൽ അന്ന് പാസ്സാക്കിയെടുത്തു, എങ്കിൽ പോലും അത് നിയമമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പോൾ എല്ലാ ഭൂരിപക്ഷവും ഉണ്ട്. BJP ഗവൺമെൻറ് നിലവിൽ എല്ലാ ഭൂരിപക്ഷവും, പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻറ് ഒന്നും ഉണ്ടായില്ല. അതിന് മറുപടി നിവേദിത പറയുമായിരിക്കും. കുറേ കാലം ഫ്രീസറിൽ വെച്ച ഒരു നിയമമാണ്. കുറേ കാലം 2010 വന്നു, പക്ഷെ പിന്നീടും പോയി. അപ്പം മോദി കൊണ്ടുവന്നു. ഇപ്പം രാജ്യത്ത് മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയമാണ്. മോദി ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവുമെന്ന് സംസാരിക്കുന്ന കാലത്ത് ഒരു സെൻസസ് അല്ലെങ്കിൽ ഒരു മണ്ഡല പുനർനിർണ്ണയം എന്ന് പറഞ്ഞിട്ട് ഈ വനിതാ സംവരണം കൊണ്ടുവന്നിട്ട് എന്തിനാണത് മാറ്റി നിർത്തുന്നത്? മോദി വിചാരിച്ചാൽ നടക്കാത്ത സെൻസസ് ഉണ്ടോ ഈ നാട്ടിൽ? ആദ്യമേ തന്നെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ ടീച്ചറുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറയാം. അതായത് ജനസംഘ കാലത്ത് ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന, വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ജനസംഘത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ദേവകിയമ്മ എന്ന, മതിലകത്ത് ദേവകിയമ്മ എന്ന മഹത് വ്യക്തിത്വം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ജില്ലാതല ചുമതലയിൽ TP വിനോദിനിയമ്മ എന്ന മഹത് വനിതയുണ്ടായിരുന്നു. ഇങ്ങനെ ആ കാലം മുതൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. പക്ഷേ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിനുള്ളിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നത്. 2024 തിരഞ്ഞെടുപ്പിൽ വരാത്ത നമുക്ക് മനസ്സിലാക്കാം. 2029 വരുമോ ഇല്ലയെന്ന് അറിയില്ല. അതിലേക്ക് അല്ല, അതിനൊക്കെ ഞാൻ ഉത്തരം പറയാം. ഞാൻ അത് ആദ്യം ഇത് വിട്ടുപോകണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് എത്രയോ മുമ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി 2 പ്രാവശ്യമാണ് ഈ ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്, രാജ്യസഭയിലല്ല. അപ്പോൾ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് ഉണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളതിൽ നിസ്സംശയം ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാൻ സാധിക്കും. പക്ഷെ ശരിയാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രാവർത്തികമാകുന്നില്ല. പക്ഷേ ഇത് 2024 തന്നെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ആ കാരണം മാത്രം മതി ചിലപ്പോൾ അത് പാസ്സാകാതിരിക്കാൻ. കാരണം അപ്പോൾ ഇതിൻ്റെ എതിർവാദത്തിൽ വരാൻ പോകുന്നത് എങ്ങനെയാണ്, എങ്ങനെ പാസ്സാവാതിരിക്കാനാണ്? അല്ല, പാസ്സാക്കാനുള്ള അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ഒരു നിയമം കൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ഇത്ര ആളുകൾക്ക് ഇത്ര സ്ഥലങ്ങൾ മാറ്റിവെച്ച് കൊടുക്കണം. ഒന്ന്. രണ്ടാമത്,
രാജ്യസഭയിൽ പൂർണ്ണമായിട്ടും ഇത് പാസ്സാക്കിയെടുക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏകദേശം സാധിക്കും, അത്രയേ പറയാൻ പറ്റൂ. പക്ഷേ നാളെ തന്നെ നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കേണ്ട, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുൾപ്പെടെ വരേണ്ടത്, നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ, അതോടൊപ്പം ഏതൊക്കെ മണ്ഡലങ്ങൾ സ്ത്രീ സാന്നിധ്യം കൂടുതലുണ്ട് അത് തെരഞ്ഞെടുത്ത് അവിടെ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ള നിരവധിയായിട്ടുള്ള കടമ്പകൾ ഇതിനുള്ളിൽ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി എന്നാണ് നടക്കുന്നത്? 5 വർഷം മതിയാവില്ലേ? അല്ല, അതുകൊണ്ടാണ് പറയുന്നത് 2024 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ സെൻസസും അതിന് ഉടൻ തന്നെ ഡീലിമിറ്റേഷൻ എന്നുള്ള പ്രവർത്തനവും പൂർത്തീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുകയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ 33% സംവരണം കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലുടനീളം സ്ത്രീകൾക്കും ലഭ്യമാക്കിയിരിക്കും എന്നുള്ളത് മോഡിയുടെ ഗ്യാരണ്ടി. കാരണം പറഞ്ഞതെല്ലാം പറഞ്ഞ പോലെ നടത്തി കാണിച്ച് അത് സാധിക്കുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ചർച്ച കൊണ്ടുപോകേണ്ടത് എനിക്ക് തോന്നുന്നു ഈ ഒരു സംവരണ ബില്ലിനെ കുറിച്ച് മാത്രമല്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും വേണ്ടത്ര സ്ത്രീകളെ കാൻഡിഡേറ്റായിട്ട് വെക്കുന്നില്ല? ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നത്തെ നമ്മൾ ആദ്യന്തം പരിഹരിക്കണം. കാരണം 33% സംവരണം കൊണ്ടുവരുമ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ചില വിഷയങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ 33% സംവരണം പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളിലും ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ ജില്ലകളിലും ഒരു മണ്ഡലം അധ്യക്ഷയെങ്കിലും മഹിളയാണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റിൽ എന്നോ കൊടുത്തതാണ്. അതായത് ജനസംഘ കാലത്ത് സംസ്ഥാന ചുമതല വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ പവറുള്ള പാർട്ടിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അന്നത്തെ കാലത്ത് നിരവധിയായിട്ടുള്ള വെല്ലുവിളികളാണ് സ്ത്രീ സമൂഹം നേരിടേണ്ടി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ചില നേതൃത്വത്തിൽ അത്തരത്തിൽ 24 മണിക്കൂറും സദാ സജ്ജരായിട്ട് പ്രവർത്തിക്കുവാൻ ചിലർ കുറവുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ വിചാരിച്ചത്ര അതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. 24-ലും അവർ അതേ പദവിയിൽ ഇരിക്കുകയാണ്. എന്താണ് അവർക്കുള്ള അയോഗ്യത പ്രസിഡന്റ് ആവാൻ? അല്ല, അവരെക്കുറിച്ച് പറയാൻ ഞാൻ ഒരു യോഗ്യയുമല്ല. കാരണം എന്നെ സംബന്ധിച്ചായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചായാലും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഒരു ഗുരുതുല്യയായിട്ട്, ഒരു മാതൃവാത്സല്യമായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് അയോഗ്യത എന്നുള്ള വാക്ക് നിങ്ങൾ പറയുകയാണെങ്കിലും ഞങ്ങൾ ഉൾക്കൊള്ളുന്നതല്ല. വർഷങ്ങൾക്കപ്പുറവും ഒരേ പദവിയിൽ ഇരിക്കുകയാണ്. അല്ല, പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് പദവികൾ നിശ്ചയിക്കുന്നത് പലതരം ഘടകങ്ങളെ നോക്കിക്കൊണ്ടായിരിക്കണം. ഇത് ഞാനൊരാളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയോ അല്ല പദവികൾ നൽകുന്നത്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ് ഈ അവസരത്തിൽ ഞാൻ. നാളെ ചിലപ്പോൾ പാർട്ടിയിൽ തന്നെ ഞാൻ ഒരു സാധാരണ പ്രവർത്തകയായ ഒരു ബൂത്ത് അധ്യക്ഷയായിട്ടിരിക്കാൻ വരെ തയ്യാറായിട്ടാവണം പ്രവർത്തിക്കേണ്ടത് എന്ന് എൻ്റെ പാർട്ടി പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഞങ്ങളുടെ ഐഡിയോളജിയും ആദർശങ്ങൾ അങ്ങനത്തെയാണ്. കാരണം പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട്. പുതിയ ആളുകൾ പുതിയ എന്താ പറയുക, എല്ലാ തരത്തിലും പുതിയ ടെക്നോളജി വരെ അറിയുന്ന എല്ലാ തരത്തിലും ഈ ഒരു നവമാധ്യമങ്ങളെ മാറ്റുന്ന വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾ എന്ന് കരുതി ഒരാൾക്കും ഇതിലുള്ള പ്രാധാന്യം കുറയുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ മാതിരി അവരൊക്കെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ മുൻഗാമികളെല്ലാവരും തന്നെ ഏറ്റവും വലിയ ഞങ്ങളുടെ കരുത്താണ് എന്ന് തന്നെ നിസ്സംശയം പറയാൻ പറ്റും. കാരണം ഇതുപോലെ ഒരു മഹിളാ മോർച്ച പ്രസിഡൻറ്റിൻ്റെ മകളാണ് ഞാൻ. മുമ്പ് ഒരു കാലത്ത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന ഒരു വ്യക്തിയുടെ മകളായിട്ട് വീണ്ടും അതേ പദവിയിൽ ഇരിക്കാൻ പറ്റിയതും സാന്ദർഭികവശാലാണ്. അല്ലാതെ മുൻകൂട്ടി തീരുമാനിച്ച് ഇതിലേക്ക് വരണമെന്ന് കരുതി വന്നതല്ല. ചില സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായപ്പോൾ
ഇങ്ങനെ കടന്നു വന്നതാണ്. അപ്പോൾ ഈ സ്ഥാനം നാളെ അതിലും കരുത്തുള്ളവർ, അതിലും സമയം കൊടുക്കാൻ പറ്റുന്നവർ, പ്രത്യേകിച്ച് കേരളത്തിലെ BJPയെ സംബന്ധിച്ച് കൂടുതൽ സമയവും കൂടുതൽ അതോടൊപ്പം തന്നെ എനർജിയും ഒക്കെ തന്നെ ഇടാൻ സാധിക്കുന്ന, കൊടുക്കാൻ സാധിക്കുന്ന നിരവധിയായിട്ടുള്ള മഹിളാ പ്രവർത്തകർ വരുന്നുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ അവരായിരിക്കും തീർച്ചയായിട്ടും. ശ്രീമതി ടീച്ചറെ, ഇപ്പം നമ്മൾ നിയമനിർമ്മാണ സഭകളിലെ സംവരണത്തെക്കുറിച്ചാണ് ഇപ്പം ഒരു ഫസ്റ്റ് റൗണ്ട് സംസാരിച്ചത്. നിയമനിർമ്മാണ സഭകളിൽ മാത്രം മതിയോ സംവരണം? ഇപ്പം പാർട്ടി തലത്തിൽ നോക്കുകയാണ്, CPM തീർച്ചയായും ദേശീയ തലത്തിൽ വരെ കരുത്തരായ വനിതാ നേതാക്കളെ സംഭാവന നൽകിയ പാർട്ടിയാണ്. പക്ഷേ ഇതുവരെ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത എത്തിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി പോട്ടെ, എന്താണ് PK ശ്രീമതിക്കും അല്ലെങ്കിൽ KK ശൈലജയ്ക്കും പാർട്ടി സെക്രട്ടറി ആവാനുള്ള തടസ്സം എന്താണ്? ആദ്യം ആര്യ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിമാർ പറഞ്ഞ 2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ പാർട്ടി, ഓരോരുത്തർക്കും അവനവൻ്റെ പാർട്ടി ഏറെ അഭിമാനമുള്ളതാണ്. എനിക്ക് എൻ്റെ പാർട്ടി, ബിന്ദു കൃഷ്ണയുടെ പാർട്ടി, പിന്നെ നിവേദിതയുടെ പാർട്ടി നിവേദിതക്ക്, എല്ലാവർക്കും അവനവൻ അഭിമാനമുള്ളതാണ്. പക്ഷേ നമ്മൾ പാർട്ടിയെ സംബന്ധിച്ച് അഭിമാനം കൊള്ളാനല്ല ഇവിടെ വന്നത്. മറിച്ച് ആ പാർട്ടി സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോഗത്തിൽ വരുത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അതുകൊണ്ട് അവർ പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയേണ്ടി വരുന്നു. 57 കേരളം രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇപ്പോൾ 2024 വരെ LDFോ CPMോ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വനിതാ മന്ത്രിയില്ലാത്ത ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടില്ല. അത് CPMന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നാണ്. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ കേരളത്തിൽ അത് അവകാശപ്പെടാൻ സാധ്യമല്ല. അതൊന്ന്. 2, സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ പ്രാവശ്യം മുതൽക്ക് 2016 മുതൽക്ക് ഒരേ ഒരു മന്ത്രി മാത്രമായിരുന്നു LDFൽ എപ്പോഴും ഉണ്ടായിരുന്നതെങ്കിൽ അതിനുശേഷം 2016 അത് 2 മന്ത്രിമാരായി. ഇപ്പോൾ 2ാം വട്ടം തുടർച്ചയായി വന്നപ്പോൾ അത് 3 വനിതാ മന്ത്രിമാരായി. ഇത് MLAമാരുടെ കണക്കെടുത്ത് നോക്കിയാലോ, ഞാൻ പ്രതിപക്ഷത്ത് 2 പേര് മാത്രം വനിതകളുണ്ടായിരുന്ന സന്ദർഭത്തിൽ റൂളിംഗ് പാർട്ടി എന്നുള്ള നിലയിൽ അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു കൃഷ്ണയുടെ പാർട്ടി ആയിരുന്നു ഭരണപക്ഷത്ത്. 6-7 പേര്, സാവിത്രി ലക്ഷ്മണൻ ഉൾപ്പെടെ, ശോഭന ജോർജ് ഉൾപ്പെടെ, വലിയ പ്രഗത്ഭമതികളായ രാധാരാഘവൻ ഉൾപ്പെടെ പ്രഗത്ഭമതികളായിട്ടുള്ള വനിതകളുണ്ടായിരുന്നു. ഒരു വനിതാ മന്ത്രി പോലും നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് എടുക്കാൻ കൂട്ടാക്കിയില്ല. അതാണ് നമ്മൾ സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ടത്. നമ്മൾ വന്നാൽ നമ്മൾ ഏറ്റവും നന്നായി ചെയ്യും, അതല്ല. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവസരമുണ്ടായിട്ടും ഇത്രയേറെ വനിതകൾ ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് 2 പ്രാവശ്യം MP ആയിട്ട് തിരിച്ചു വന്ന സാവിത്രി ലക്ഷ്മണന് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തില്ല? എല്ലാം പുരുഷന്മാരായിരുന്നു. അപ്പോൾ അവർ കൊള്ളില്ല എന്നാണോ? അല്ല, എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയതായിരുന്നു. അത് ഒരിക്കലും CPM അത് കാണിച്ചിട്ടില്ല. CPM ഭരിക്കുമ്പോഴും അത് 57 ഗൗരിയമ്മ, പിന്നീട് വന്നപ്പോഴും ഗൗരിയമ്മ, പിന്നീട് സുശീല ഗോപാലൻ, പിന്നെ ഞാൻ, അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചറും മേഴ്സിക്കുട്ടിയമ്മയും, ഇപ്പം 3 പേരുണ്ട്. ഞാൻ പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നല്ല, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വനിതാ സംവരണത്തെക്കുറിച്ചാണ്. അതാണ് നമ്മൾ ചർച്ചാ വിഷയം. ഈ വനിതാ സംവരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗത്ത് നിന്ന് വരുന്ന വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള നിലപാട് കാരണം സ്ത്രീകളുടെ എണ്ണം കുറയുകയോ, ഇനി അഥവാ സ്ത്രീകൾ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അത് ദുർബലമായ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള പ്രവണത കൂടുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ വിഷയം. അത് ഏത് പാർട്ടി ആയാലും, നമ്മളിപ്പം BJP ദേശീയ തലത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ കേരളത്തിൽ അവർ സ്ത്രീകളെ നിർത്തണം. പക്ഷേ ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലത്തിൽ ആരെ നിർത്തുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. അതൊരു സ്ത്രീയെ നിർത്താൻ സാധ്യതയുള്ള മണ്ഡലമുണ്ടെങ്കിൽ ഫസ്റ്റ് ഏത് അവിടെ ഒരു സ്ത്രീ നിർത്തുമോ, അല്ലെങ്കിൽ 2-1 നിർത്തുമോ എന്നുള്ളതാണ്. പക്ഷേ BJPക്ക് ഇവിടെ ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഞാനത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കേരളം മാത്രമാണ് അത്തരത്തിൽ ഇതിനെ എന്താ പറയേണ്ടത്. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പം തുല്യത, ഞാൻ പറയുന്നു വളരെ 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 സന്തോഷത്തോടെ ഞാൻ പറയുന്നത്, ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്. തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കി പ്രിയപ്പെട്ട സഹോദരി നിവേദിത 25 കൊല്ലം കാത്തു നിന്നിട്ട് ഒരു കുഞ്ഞ് പിറന്നു. പക്ഷേ ആ കുഞ്ഞിന് ഓക്സിജൻ കൊടുക്കണം ജീവിക്കണമെങ്കിൽ, അത് കൊടുക്കുന്നില്ല.
അത് ഈ 2024 ഇത്രയെല്ലാം പ്രഗത്ഭമായ നേതൃത്വം ഉണ്ടായിട്ട് ഈ 2024 തന്നെ അത് നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണോ, അല്ല കാര്യശേഷി ഇല്ലാത്തതുകൊണ്ടാണോ, അതോ അതിന് വേണ്ടി പൂർണ്ണമായി സ്ത്രീകൾ വരണം എന്നുള്ളതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? ഇതാണ് ചോദ്യം. താല്പര്യം അല്ല, എന്തോ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ സ്ത്രീകളെ നാരീശക്തി എന്നുള്ള നിലയിൽ പറഞ്ഞ് ഒന്ന് ആകർഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കൺകെട്ട് വിദ്യയായിട്ട് എനിക്ക് ഈ വനിതാ സംവരണം, അല്ലെങ്കിൽ ഞാൻ പറയും ഇനിയും തീരുമാനമെടുക്കാം. തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷനൊന്നും വന്നിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ, എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കുറച്ച് സീറ്റ് സ്ത്രീകൾക്കായിട്ട് മാറ്റിവെക്കുക എന്ന് പറയട്ടെ. ഒരു വിഷമല്ല, ഒരു ഗവൺമെൻറ് ഓർഡർ മതി, അത്രയേ ആവശ്യമുള്ളൂ. നിയമം പാസ്സായി കഴിഞ്ഞു, ഇനി ചട്ടങ്ങൾ ഉണ്ടാക്കാൻ 2 ദിവസം മതി. പക്ഷേ അത് നടപ്പിലാകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, മറിച്ച് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ, വോട്ടർമാർ, അവരുടെ വോട്ട് സ്വാധീനിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഗവൺമെൻറ് ഈ ഒരു കാര്യത്തെ കണ്ടിട്ടുള്ളത്. ആരോടും ചർച്ച ചെയ്തിട്ടില്ല. പുതിയ സഭയിൽ പുതിയ ഒരു പദ്ധതി എന്നുള്ള നിലയിലാണത് കൊണ്ടുവന്നത്. ഈ ബില്ലിൻ്റെ കോപ്പി ആർക്കും കൊടുത്തിട്ട് പോലുമില്ല. ഞാൻ പാർലമെൻറ്റിൽ ഇരുന്നാണ്. ബില്ല് എപ്പോഴും ഒരാഴ്ച മുൻപ് കൊടുക്കണം ചർച്ച ചെയ്യാൻ. ചർച്ച വേണ്ട, ഒന്നും വേണ്ട. ഈ സംവരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 29 നടപ്പിലാക്കൂ എന്ന് പറഞ്ഞാൽ ആ ക്ലോസ് അങ്ങോട്ട് മാറ്റിയാൽ മതി, ഇപ്പം നടപ്പിലാവും. അപ്പോൾ സംവരണം വരട്ടെ. ഇനിയെങ്കിലും നമ്മൾ യൂറോപ്യൻ നാടുകളിലെല്ലാം, പാകിസ്ഥാൻ ഒഴിച്ച് ഇന്ത്യയിലെ എല്ലാ അയൽ രാജ്യങ്ങളിലും നമ്മളെക്കാൾ മുന്നിലാണ്, ഇന്ത്യയേക്കാൾ മുന്നിലാണ് തുല്യതയിൽ. എല്ലാ രാജ്യങ്ങളും, അത് ബംഗ്ലാദേശ് ആവട്ടെ, ശ്രീലങ്ക ആവട്ടെ, എല്ലാം നമ്മളെക്കാൾ മുന്നിലാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയിപ്പോയത്? മനോഭാവം. അപ്പോൾ മാറ്റണം, അല്ലെങ്കിൽ മാറണം സ്ത്രീകളോടുള്ള മനോഭാവം. അത് മൊത്തം ഇന്ത്യക്ക് ബാധകമാണ്, ഇന്ത്യൻ സമൂഹത്തിന് ബാധകമായത്. മാറണം അല്ലെങ്കിൽ മാറ്റണം. തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം സ്ത്രീകൾ നടത്തുമ്പോൾ ഭരണഘടനയ്ക്ക് അനുസൃതമായ തുല്യത അവർക്ക് കൈവരുത്താൻ, തുല്യ അവസരങ്ങൾ കൊടുക്കാൻ, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കാൻ കഴിയുന്ന വിധത്തിൽ ഭരണഘടനയെ പ്രയോഗിക്കാൻ കഴിയണം. അത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഇനി രാഷ്ട്രീയ പാർട്ടികൾ, ഇതൊന്നുമില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്തുകൂടെ? അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യണം. പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് സംവരണത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നല്ല പോലെ പ്രവർത്തിക്കുന്ന, സംഘടനാപരമായും പ്രത്യയശാസ്ത്രപരമായും നല്ല അവഗാഹമുള്ളവരെ അല്ലാത്തവരെ ഒരു സംവരണത്തിൻ്റെ പേരിൽ എടുത്തു വെച്ചാൽ അവിടെ ആ പ്രദേശത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഏരിയ സെക്രട്ടറി വരെ ആയിട്ടുണ്ട്. പാർട്ടി ശ്രമിക്കുന്നുണ്ട് വളർത്തിക്കൊണ്ടുവരാൻ, പ്രത്യയശാസ്ത്രമായി, സംഘടനാപരമായി, രാഷ്ട്രീയമായി വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ കാലക്രമേണ ജില്ലാ സെക്രട്ടറിയുമാവും ഏത് തലത്തിലും എത്താൻ കഴിയും. കാരണം പണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരൊന്നും ഇല്ലാത്തൊരു പാർട്ടിയായിരുന്നു. ഇപ്പോൾ 2500ഓളം ബ്രാഞ്ച് സെക്രട്ടറിമാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന പോലെ സംവരണത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകളെ കൊണ്ടുവരിക എന്നുള്ളത് അല്ല ശരി, മറിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരികണം രാഷ്ട്രീയമായിട്ട്. അതാണ് വേണ്ടത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ശ്രീമതി ബിന്ദു കൃഷ്ണൻ, ഇപ്പം കേരളം ഒഴിച്ച് ബാക്കി 16 സംസ്ഥാനങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ട്, നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലൊക്കെ 4-5 തവണയാണ് ജയലളിത മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. എന്താണ് നമ്മുടെ തടസ്സം? എന്താണ് ഇപ്പം ഇടതുപക്ഷത്തിന് പറയാൻ പേരെങ്കിലും ചർച്ചകളിലെങ്കിലും KR ഗൗരിയമ്മയുടെ അല്ലെങ്കിൽ സുശീല ഗോപാലിൻ്റെ പേര് പറയാനുണ്ട്. UDF യോഗത്തിൽ പോലും ഒരു വനിതയെ കാണാനില്ല. തീർച്ചയായും UDF യോഗത്തിൽ മാത്രമല്ല, LDF യോഗത്തിൽ കാണുന്നുണ്ടോ? വേദികൾ നോക്കൂ, നിങ്ങളുടെ ചില ദൃശ്യങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മതി. ഏറ്റവും പ്രധാന, ഇനിയിപ്പോൾ പാർട്ടി വേദികൾ നോക്കൂ. പാർട്ടി വേദികൾ നിരനിരയായി മഹാസമ്മേളനങ്ങളിൽ ഇരിക്കുന്നതിൽ ഏതെങ്കിലും അറ്റത്ത് ചിലപ്പോൾ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. എല്ലാ പാർട്ടിയിലും, അതിലൊന്നും ഒരു പാർട്ടിയും വ്യത്യാസമില്ല കേരളത്തിൽ. പിന്നെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം, വനിതകൾ കൂടുതൽ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ചിന്തിച്ചാൽ മാത്രം മതി. കേരളത്തിൽ വോട്ടർമാർ തീരുമാനം എടുക്കുകയാണ്. ഇനിയും സ്ത്രീകൾക്കെതിരെയുള്ള അവഗണന, അവരുടെ നീതി നിഷേധം ഈ സമൂഹം, ഏറ്റവും പരിഷ്കൃത സമൂഹമായ കേരളീയ സമൂഹം അനുവദിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ, ആ തീരുമാനം എങ്ങനെ എടുക്കാൻ പറ്റും? സ്ത്രീകൾ, എല്ലാ പാർട്ടികളും സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കും. സ്ത്രീകളെ എന്തായാലും കുറച്ചേ കൊടുക്കത്തുള്ളൂ. ആ കൊടുക്കുന്ന സ്ഥലത്ത് ജയിച്ചാൽ പിന്നെ സ്ത്രീകളെ കൂടി പരിഗണിക്കേണ്ടി വരുമല്ലോ. അതെ, അപ്പോൾ തീർച്ചയായും അതൊരു വലിയ മാറ്റമാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞു സ്വന്തം പാർട്ടിയെക്കുറിച്ച് അഭിമാനിക്കുന്നു. എങ്ങനെയാണ് പറയുന്നത്? പാർട്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന പോയിന്റിൽ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഒപ്പം തന്നെ അത് പോരാ എന്ന് കൃത്യമായി പറയുകയും ചെയ്യാണ്.
അത് മാത്രമല്ല ഇപ്പം നമുക്ക് എന്ത് വന്നാലും കാണിക്കാം, ഒരു വനിത ഇന്നതായി. ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങളുടെ പാർട്ടിയിൽ മുഴുവൻ ബൂത്തുകളിലും വനിതാ വൈസ് പ്രസിഡന്റുമാരുണ്ട്, ഒരുപാട് സ്ഥലത്ത് ബൂത്ത് പ്രസിഡന്റുമാരുണ്ട്, ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വനിതാ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്, ഒരു ജില്ലയിൽ ഒരു വനിതാ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട്, ചിലയിടത്തൊക്കെ 2-3 ബ്ലോക്ക് പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്. അത്തരം പദവികളിലൊക്കെ ഉണ്ട്. പക്ഷെ പാർട്ടിയുടെ നിർണായക തീരുമാനമെടുക്കുന്ന സ്ഥലങ്ങളിൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അസംബ്ലി, പാർലമെൻറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടികൾ ബോധപൂർവ്വം വിചാരിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമം പാസ്സായാൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ചെറുപ്പകാലത്തൊക്കെ KSU യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ വനിതാ സംവരണം അത് വേണ്ട എന്നുള്ള അഭിപ്രായക്കാരിയായിരുന്നു. നമുക്കതിനെ സംവരണം നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ പ്രവർത്തന ശേഷി കൊണ്ട്, നമ്മുടെ സംഘാടന മികവ് കൊണ്ട് വളർന്നു വരേണ്ടതാണ്, ആരുടെയും ഔദാര്യമായിട്ട് തരേണ്ടതല്ലായിരുന്നു. പക്ഷേ കൂടുതൽ വർഷങ്ങളുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലായി കേരളീയ സമൂഹത്തിൽ അത് അസംഭവ്യമാണ്. ഒരു നിയമത്തിൻ്റെ പരിരക്ഷയില്ലാതെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ആരും ശ്രമിക്കുകയില്ല. അത് ആരുടെയും കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇരിക്കുന്ന ഇരിപ്പിടം മാറിക്കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ കാര്യം, വേറെ കാര്യമൊന്നുമില്ല. അത് മാറണം, ആ മനോഭാവം മാറണം. അത് മാറണമെങ്കിൽ ഞാൻ ഈ കൃത്യമായി വനിതാ സംവരണവും വനിതാ അവകാശങ്ങളിൽ ശക്തമായി നിലനിൽക്കാൻ തുടങ്ങിയത് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം കൂടുതൽ ആ മേഖലയിൽ പ്രവർത്തിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ അന്നു മുതൽ കാണുന്ന ഒരു സ്വപ്നമാണ്. ഈ കുട്ടികൾ, നമ്മൾ ഒരുപാട് പെൺകുട്ടികൾ ഇവിടെയുണ്ട്. ഈ കുട്ടികളുടെ കാലത്ത് ഞങ്ങൾ പോരാടുക, ഞങ്ങളുടെ അവസാന ശ്വാസം വരെ വനിതാ അവകാശങ്ങൾക്കായി പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പുറത്ത് ഞങ്ങൾ പോരാടും. ഒരു പക്ഷേ ഞങ്ങളുടെ കാലഘട്ടത്തിൽ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കായ യുവതികളുടെ ആ കാലഘട്ടത്തിൽ അത് എല്ലാ മേഖലയിലും നടപ്പാകും. ഇതൊന്നുമില്ലാത്ത, ഒരു സംവരണത്തിൻ്റെയും ആനുകൂല്യമില്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ട വീതിയിൽ ബ്രിട്ടീഷുകാരൻ്റെ തോക്കിൻ മുനയ്ക്ക് മുന്നിൽ തൻ്റെ ഇടത്തോടെ നെഞ്ചു വിരിച്ച് തലയുയർത്തി നിന്ന ഒരുപാട് പൂർവ്വസൂരികളായ വനിതകളുടെ രക്തത്തിൽ, ആ രക്തത്തിൻ്റെ ശക്തിയാണ് ഞങ്ങളിലുള്ളത്. ഞങ്ങളിലൂടെ അത് പുതുതലമുറയിലേക്ക് വരാൻ പോകുന്നത്. ഇന്ന് KSU യൂത്ത് കോൺഗ്രസും അടക്കമുള്ള എല്ലാ സംഘടനകളും, അതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സംഘടനകളും, ചെറുപ്പക്കാരായ പെൺകുട്ടികൾ, വനിതകൾ വളരെ ചുറുചുറുക്കോടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് ശുഭോദർക്കമായ ഒരു വലിയ മാറ്റമായി കാണുന്നു. ആ മാറ്റത്തെ പക്ഷേ രാഷ്ട്രീയ അധികാരങ്ങളിലേക്ക് കൂടി കൊണ്ടുവരുവാൻ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ ആവശ്യമാണ്. ഒപ്പം മാതൃഭൂമി പോലെയുള്ള മാധ്യമങ്ങളുടെയും പൂർണ്ണ പിന്തുണ ആവശ്യമാണ്. അതോടൊപ്പം ചേർത്ത് വരട്ടെ, മാധ്യമങ്ങളിലും ഇത് അനിവാര്യമാണ്. മാധ്യമങ്ങളുടെ തലപ്പത്ത് എത്ര വനിതകളുണ്ട് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ 1-2 പേരുടെ പേര് നമുക്ക് പറയാൻ കഴിയും. കൃത്യമായി എത്ര വനിതകൾ എന്ത് ചുറുചുറുക്കോടെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഹൃദയം കവർന്നുകൊണ്ട് മാധ്യമ മേഖലയിൽ പെൺകുട്ടികൾ, സ്ത്രീകൾ ജോലി ചെയ്യുന്നു. പക്ഷെ അവർക്ക് അവകാശപ്പെട്ടത് എല്ലാ മേഖലയിലും സ്ഥിതിയാണ്. ഇപ്പം നമ്മൾ രാഷ്ട്രീയമൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾക്ക് സ്ത്രീകൾക്ക് ഈ ഒരു ഏത് മേഖലയാണെങ്കിലും ശരി, നമ്മുടെ ജോലി ഏതാണെങ്കിലും ശരി, പ്രൊഫഷൻ ഏതാണെങ്കിലും ശരി, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് വീട്ടിലെ കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാകും. കുഞ്ഞിന് പനിയായാൽ, കുഞ്ഞിന് പരീക്ഷ ആയാൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യെങ്കിൽ, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ പോകാൻ. അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ. മക്കളെ പരിപാലിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത അമ്മമാരെ കണ്ടു വളർന്നാൽ എങ്ങനെ ഇത് മൾട്ടി ടാസ്കിങ് പോസിബിളാണ് ഓരോ കുട്ടിയും പഠിക്കും. അപ്പോൾ കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലാതെ തന്നെ സ്വന്തം ധർമ്മം എന്ന് കരുതുന്ന സമൂഹത്തിന് വിളക്കാകുന്ന രീതിയിൽ പ്രവർത്തിക്കാനും സ്ത്രീക്ക് കഴിയും. ആ മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി തന്നെയാണ് സ്ത്രീയെ മറ്റൊരു തലത്തിലും തുലനം ചെയ്യാനോ അല്ല താരതമ്യം ചെയ്യാനോ പറ്റുന്നതല്ല. അല്ലെങ്കിൽ താരതമ്യമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനുപരിയായിട്ടുള്ള ഒരു പവർഫുൾ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രത്യേക സ്പേസിൽ തന്നെ സ്ത്രീയെ പ്രതിഷ്ഠിക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക് പൊതുപ്രവർത്തനവും ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഔദ്യോഗിക കാര്യങ്ങൾ, ചിലപ്പോൾ ഉദ്യോഗസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലെടുക്കുന്നവരായിരിക്കാം. അവരെ സംബന്ധിച്ച് മറ്റേ പുരുഷന്മാരെ പോലെയല്ല, വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. സ്ത്രീയാണ് എന്നുള്ള നിലയിൽ നേരിടേണ്ടി വരും. ഒരു തൊഴിലാളിയാണ്, ജീവനക്കാരിയാണെന്നുള്ള നിലയിൽ വീട്ടിനകത്തും പുറത്തും നേരിടേണ്ടി വരും. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അമ്മമാരെന്നുള്ള നിലയിലുള്ള ബുദ്ധിമുട്ട് വേറെയുണ്ട്. കുടുംബത്തിനകത്ത് പാചകം, അതുപോലെ മറ്റ് ഗൃഹജോലികൾ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാലും ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ 57% വരുന്ന സ്ത്രീ ജനപ്രതിനിധികൾ, അതിൽ പഞ്ചായത്ത് പ്രസിഡൻ്റാവട്ടെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാവട്ടെ, നഗരസഭയുടെ കോർപ്പറേഷൻ്റെ മേയറാവട്ടെ, അവരെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നത് കുഞ്ഞിനെ നോക്കണം, അടുക്കളയിൽ കാര്യങ്ങൾ കുറച്ച് നോക്കണം, ജനപ്രതിനിധി എന്നുള്ളത് ഭരണാധികാരിയുടെ കാര്യങ്ങൾ നോക്കണം,
അതിലിടയ്ക്ക് ഭരണാധികാരി അല്ലെങ്കിൽ വെറും ജനപ്രതിനിധിയാണെങ്കിൽ തൊഴിലിന് പോകണം, ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിലുറപ്പിന് പോകുന്നതായിരിക്കാം, അംഗൻവാടി ടീച്ചറായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ സമയത്ത് 3-4 ജോലികൾ ചെയ്ത് തീർത്ത് എന്നിട്ട് നല്ല ഉത്തമയായ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നൊരു സ്ത്രീ പറയുന്നുണ്ടെങ്കിൽ എത്ര പുരുഷന്മാരെക്കാൾ എത്രയേറെ കഴിവുള്ളവരാണ് സ്ത്രീകൾ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പുരുഷന്മാർക്ക് ഈ ഒരു ജോലിയേ ഉള്ളെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ 2 ജോലി, അതിനപ്പുറത്തില്ല. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 90% നമ്മുടെ സഹോദരിമാരും നേരിടുന്നത് കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ചെറിയ മാറ്റം വരുന്നത് വീട്ടിലുള്ള അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ കുറച്ചൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കാരണം സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങി തുടങ്ങി അവരെ സഹായിക്കണം. പക്ഷെ നല്ല ബുദ്ധിമുട്ടോടു കൂടിയാണ് 24 മണിക്കൂറിൽ 18 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്തുള്ളത് എന്ന് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും നമുക്ക് കാണാം. നല്ല ബുദ്ധിമുട്ടുണ്ട്, അതും തരണം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഈ പ്രശ്നം ഏറ്റവും നമ്മളൊക്കെ അഭിമുഖീകരിച്ച് അതിജീവിച്ച പ്രശ്നമാണ്. പഠനകാലത്തായാലും തുടർന്നുള്ള പഠനത്തെ മാറ്റി നിർത്താതെ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ സമയം നടത്തി. തുടർന്ന് കുടുംബജീവിതമായപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോനെ 50 ദിവസമായപ്പോൾ അതെ അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾക്കൊക്കെ ഓരോരുത്തരായതുകൊണ്ട് ദൈവാനുഗ്രഹിച്ച് ആ കുഞ്ഞിനെ എടുത്ത് മുഴുവൻ സമയം. പക്ഷേ ഒരുപാട് വേദന, ഒരു മഹാകാവ്യം എഴുതാൻ തക്കവണ്ണമുള്ള വേദനകളുണ്ട്. കാരണം 3 കുട്ടികളുണ്ട്. കുഞ്ഞിനെ വീട്ടിൽ ഇട്ടിട്ട് നമ്മൾ രാത്രി പോയാലും പോകേണ്ടിയിരുന്ന മാനസിക പ്രയാസം ഒഴിച്ചാൽ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ കൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റി. സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എല്ലാവരുടെയും പിന്തുണ കൊണ്ട് അതിജീവിക്കും. ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ മാറ്റി വയ്ക്കില്ല. ടീച്ചർ സൂചിപ്പിച്ച പോലെ മൾട്ടി ടാസ്ക് ചെയ്യാനുള്ളൊരു കഴിവ് സ്ത്രീകൾക്ക് ജന്മന ഉള്ളതാണെന്ന് തോന്നുന്നു. നമ്മളത് അഭിമാനിക്കുന്നു. അപ്പോൾ ഈ പാർട്ടിയിലെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമതി ടീച്ചർ പറയുന്നൊരു കാര്യം, കഴിവുള്ള ആളുകൾ വരുന്നില്ല. ഏരിയ സെക്രട്ടറി വരെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. CPM പാർട്ടിക്ക് പാർട്ടി സെക്രട്ടറി വനിതാ പ്രാതിനിധ്യം ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളത് നമുക്കങ്ങോട്ട് മാറ്റി നിർത്താം. പക്ഷേ മാഡം സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചതിൽ എന്തൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംവരണം എന്നത് കഴിവുള്ള ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. സംവരണം എന്നത് പ്രാതിനിധ്യമാണ്. അധികാര കേന്ദ്രങ്ങളിൽ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രാതിനിധ്യം വരുത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഡെമോക്രസിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ സംവരണം നടപ്പിലാക്കുന്നത്. അപ്പോൾ സംവരണം എന്ന് പറയുന്നത് കഴിവില്ലാത്തവരെ അവഗണിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതല്ല. സംവരണം പ്രാതിനിധ്യമാണ് സംവരണത്തിൻ്റെ ബേസ്. കഴിവില്ലാത്തത് കൊണ്ട് നമുക്ക് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ സെക്രട്ടറിമാർക്ക് അപ്പുറത്തേക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിലേക്കും അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലുമൊക്കെ വരുന്നതിൽ തടസ്സങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിരീക്ഷണം? ഇല്ല, തടസ്സങ്ങൾ ഈ കഴിവില്ലാത്തവർ എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് ആരെ എടുക്കണം എന്നുള്ളത്. പക്ഷേ കഴിവുള്ളവരെ നോക്കിയെന്ന് പറയുമ്പോൾ പ്രത്യയശാസ്ത്രപരമായി ഒരു ഐഡിയോളജി ഉണ്ടല്ലോ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും. ആ ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും അവരെ വളർത്തിയെടുത്ത് കേഡർമാരാക്കി കൊണ്ടുവന്ന്, ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 20 കൊല്ലങ്ങൾക്കപ്പുറത്ത് കേരളത്തിൽ CPM-ന് ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ടായിരുന്നില്ല, അതിനപ്പുറത്ത് പാർട്ടി മെമ്പർമാരുണ്ടായിരുന്നില്ല. ഇപ്പോൾ 25% പാർട്ടി മെമ്പർമാർ സ്ത്രീകളാണ്. അതിൽ 2500ഓളം പേർ ബ്രാഞ്ച് സെക്രട്ടറിമാരായി സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 500ഓളം പേർ ലോക്കൽ സെക്രട്ടറിമാരായിട്ടുണ്ട്. ഒരു ഏരിയ സെക്രട്ടറി ഉണ്ട്. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജില്ലാ സെക്രട്ടറിമാരായിട്ടും ഭാവിയിൽ സ്റ്റേറ്റ് സെക്രട്ടറിമാരായിട്ടും വരും. എന്ന് പറഞ്ഞാൽ അവരെ പാർട്ടിയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. പാർട്ടി മുൻകൈ എടുക്കണം വളർത്താൻ. അത് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ടുള്ള ഇക്വാലിറ്റി എന്ന് പറയുന്നത് 50%, 50-50 ആണ്. അത് ആർട്ടിക്കിൾ 14 പ്രകാരം സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ്. അതിൽ ലോകസഭയിൽ 50-50, നിയമസഭയിൽ 50-50, തദ്ദേശ സേവന സ്ഥാപനത്തിൽ 50-50 ഇപ്പോൾ കേരളത്തിലുണ്ട്. കഴിവ് കുറഞ്ഞ് ആരെങ്കിലും പറയുന്നുണ്ടോ? പുതുതായിട്ട് ഒരു സ്ത്രീയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നു, അതിൽ നിന്ന് അവർക്ക് പരിശീലനം കൊടുക്കുന്നു, അവർ ഭരിക്കുന്നു, നന്നായിട്ട് അവരെ പഠിപ്പിച്ച് ഭരണം നടത്തുന്നുണ്ട് അവർ. അവിടെ കഴിവിൻ്റെ പ്രശ്നം അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്, മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന വളരെയധികം ബാധകമാണ് ഗവൺമെൻറ്റിന്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകിച്ച്
ഒരു ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഇക്വാലിറ്റി കൊടുക്കണം, ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആദ്യം ഭരണഘടന അനുസരിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് സ്ത്രീകൾക്ക്, ഞങ്ങളെല്ലാം ഞങ്ങളുടെ സംഘടന 10-40 വർഷത്തിലേറെയായിട്ട് ഈ സംവരണത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇപ്പം 33.13% അല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ലോകസഭയിൽ 50% വേണമെന്നാണ്, കേരള നിയമസഭയിൽ 50% വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഉത്തരവാദപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നത് 50% വേണമെന്നാണ്. ഉടനെ ആവശ്യം അങ്ങ് അംഗീകരിച്ച് കിട്ടുന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ വോട്ടവകാശം പോലും ഇല്ലാത്ത ലോകത്തിലെ സ്ത്രീകൾ ഇന്ന് വോട്ടർമാരായിട്ടുണ്ടെങ്കിൽ, ആ വോട്ടർമാർ ഇന്ന് ജനപ്രതിനിധികളായിട്ടുണ്ടെങ്കിൽ, ആ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കാലക്രമേണ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ആവും. അത് ഏത് സ്ഥലത്തും ആകും. ഇപ്പം തന്നെ കുറേ മുഖ്യമന്ത്രിമാരൊക്കെ നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട്. മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് അതിൻ്റെ താഴെത്തട്ടിൽ മന്ത്രിമാരായിട്ട് സ്ത്രീകൾ വരുന്നുണ്ടോ, MLA മാരായിട്ട് സ്ത്രീകൾ വരുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ബിന്ദുവിന് മനസ്സിനൊരു വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ PT തോമസ് അന്തരിച്ചതിന് ശേഷമാണ് കോൺഗ്രസ്സിൽ ഒരു MLA അവരുടെ കൂട്ടത്തിൽ വന്നത്. കോൺഗ്രസിൻ്റെ അല്ല, മറ്റേവർ കോൺഗ്രസ് അല്ലല്ലോ, മറ്റേവർ കോൺഗ്രസ് അല്ല. ബിന്ദു കൃഷ്ണ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസിലെ പ്രമുഖയായ വനിതയല്ലേ? ഞങ്ങൾ കൂട്ടായിട്ട് സമരം ചെയ്തിട്ടുണ്ട്, പൊതുകാര്യത്തിന് വേണ്ടി കൂട്ടായിട്ട് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരിയാണ്. ഇതുവരെ എന്താ ആവാത്തത്? ഞങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി നല്ലവണ്ണം ശക്തമായിട്ട് വിമർശിക്കണം പാർട്ടി നേതൃത്വത്തെ. ആദ്യം ആര്യ ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഈ 2029 നടപ്പിലാക്കുന്നതിനെ പറ്റി BJP കുറേ കുറ്റമൊക്കെ വിട്ടിരുന്നു, പറഞ്ഞു, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അവർ ഇപ്പം പാസ്സാക്കി തന്നിട്ടുണ്ട്. ഇനി ആ പാസ്സാക്കിയത് നിങ്ങൾക്ക് 2 പേർക്കും ഒരു മാതൃകയാക്കിക്കൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ അത് ഇപ്പോഴേ നടപ്പിലാക്കാം. 7 പേർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ പാർട്ടിക്കാണ് ഈ കാര്യത്തിൽ അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. 1987 മാതൃഭൂമിയിലെ റിസൾട്ടിൻ്റെ ആ ഫ്രണ്ട് പേജ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. KR ഗൗരിയമ്മ കയറിപ്പോകുന്ന പടമാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത്, മനസ്സിലായില്ലേ? എന്നിട്ട് പോലും ആ പാർട്ടിയിലെ സവർണ മേധാവിത്വമാണ് അവർക്ക് ഒരു മുഖ്യമന്ത്രിയാവാനുള്ള അവസരം നിഷേധിച്ചത്. മാഡം ഇപ്പോൾ പറഞ്ഞു ഇവിടെ MLAയോ മന്ത്രിയോ മാത്രമായാൽ മതി വനിതകൾ എന്ന് വരെ പറഞ്ഞിപ്പം മുഖ്യമന്ത്രി ആകുന്നതല്ല പ്രാധാന്യം എന്നും കൂടെ പറഞ്ഞു. അത് ഒരുപക്ഷേ ഗൗരിയമ്മയെ മനസ്സിൽ കണ്ട്. ഇപ്പം ഞങ്ങൾക്കൊരു സ്റ്റാൻസ് അടുത്തത് ശൈലജ ടീച്ചറായിരുന്നു. അതുപോലും ഇനി ഒരു വിദൂര ഭാവിയിൽ ഉണ്ടാവും തോന്നുന്നു. ഇതിനെക്കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞത്, ആദ്യം മുകളിൽ താഴെ തട്ടിൽ നിന്ന് കുറേശ്ശെയായിട്ട് MLA മാർ ഉയർന്നു വരണം, അത് കഴിഞ്ഞ് പാർലമെൻറ്റ് മെമ്പറാക്കണം, അതുകൊണ്ട് മന്ത്രിയാക്കണം, അത് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ആവില്ല എന്നൊന്നും ഇപ്പം ആരും പറയുന്നില്ല. മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയൊക്കെ കേരളത്തിലുണ്ട്. പക്ഷേ ഈ സമൂഹം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മേധാവിത്വം നിറഞ്ഞ മനസ്സാണ്. അത് ഈ മേധാവിത്വം ഉണ്ടല്ലോ, പുരുഷ മേധാവിത്വം, നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമുണ്ട്. ഈ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള സമീപനം നിലനിൽക്കുന്നിടത്തോളം സ്ത്രീക്ക് ഈ 50% കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 50% ആദ്യം കൊടുക്കാൻ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, ഞാനും ബിന്ദു കൃഷ്ണയും ഞങ്ങൾ പാർട്ടിയിൽ പൊരുതുന്നുണ്ട്. ഞങ്ങൾ അല്ല, നിവേദിയും പൊരുതുന്നുണ്ടാവും. ഞങ്ങൾ പൊരുതുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്നതിന് പകരം ഉള്ളിൽ ശരിക്കും കോഴി കൊത്തുന്നത് പോലെ കൊത്തുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ നമുക്ക് അതേ സമയത്ത് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ അല്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് പാസ്സാക്കിയതില്ലേ, പാസ്സാക്കിയത് നല്ലത്. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പാസ്സാക്കിയത് നിവേദിത, പ്രിയപ്പെട്ട നിവേദിത, പാസ്സാക്കിയത് നല്ലത്. പക്ഷെ കിട്ടുന്നില്ലല്ലോ. ഭക്ഷണം അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഭക്ഷണം നല്ല സദ്യ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ അവസാനം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. പ്രകടന പത്രിക അങ്ങനെയാണെങ്കിൽ ഞാൻ നിവേദിത ചോദ്യം ചെയ്യട്ടെ. ഞാൻ 5 കൊല്ലവും മാർച്ച് 8 ഈ പ്രമേയം പാസ്സാക്കിയപ്പോൾ എന്തെങ്കിലും ഒരു ഉത്തരം നിങ്ങൾ തരണം ബഹുമാനപ്പെട്ട മന്ത്രിമാർ, വനിതാ മന്ത്രിമാർ തന്നില്ല. പിന്നെയും 2ാം വട്ടം വന്നു. ഈ 10ാമത്തെ വർഷം സമയത്ത് എത്തി നിൽക്കണോ? വേണ്ടല്ലോ. രാജ്യസഭയില് പാസ്സാക്കി എടുക്കാൻ മതിയായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പറഞ്ഞിരുന്നു
കോൺഗ്രസും പറഞ്ഞിരുന്നു, CPM പറഞ്ഞിരുന്നു, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ്. ഇത്രയും കാലം ഭരിച്ചിട്ടുള്ള, കേരളത്തിൽ വരെ ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടി പറയുന്നത് ഇവിടെ ഒരു അവർക്ക് ട്രെയിൻ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് ചെയ്തെടുക്കേണ്ടത് മാത്രമാണ് തർക്കം. ഇപ്പോഴും ഞാൻ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്ക് നിയമസഭക്കകത്ത് ഒരു 33% റിസർവേഷൻ ആദ്യം വരട്ടെ, അവിടെ മുഖ്യമന്ത്രി ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നിയമസഭക്കകത്ത് നിയമനിർമ്മാണ വേദികളിൽ, തീരുമാനമെടുക്കുന്ന വേദികളിൽ ഒരു 33.3% എങ്കിലും ആദ്യമായിട്ട് അവർ വരട്ടെ, കാണാം നിങ്ങൾക്ക്. അപ്പോ മുഖ്യമന്ത്രി ഉണ്ടാവും, അതിന്റെ അപ്പുറത്തെ അവിടെ തന്നെ ടീച്ചർ തന്നെ ഒരു കാര്യം പറഞ്ഞു, അത്രയ്ക്ക് ട്രെയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന്. അതായത് ഒരു ഏരിയ സെക്രട്ടറി ഒക്കെ ആവാൻ വേണ്ടി പാർട്ടി. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ആയിരിക്കണം ഇത്ര കാലം ബാക്കിയുള്ളവരൊന്നും ഇത് പാസ്സാക്കാൻ ശ്രമിക്കാതിരുന്നതും. നമ്മൾ കണ്ടതാണ് ലോകസഭയിൽ അത് കീറിക്കളഞ്ഞതും ഒക്കെയും, രാജ്യസഭയിൽ ഏത് നാടകമാണ് കളിച്ചതെന്നുള്ളതും. അല്ല, ഇപ്പോൾ കുറഞ്ഞത് പറയാൻ സാധിക്കും ഇതൊരു സ്വപ്നമല്ല, നാളെ തന്നെയാണ്. ഇപ്പോഴതൊരു മരീചികയാണ്. അല്ലെങ്കിൽ എന്ത് നടപ്പാക്കുമെന്ന് പറയൂ, എങ്ങനെ നടപ്പാക്കുമെന്ന് പറയൂ. എന്തുകൊണ്ടൊരു സെൻസസ് നടപ്പാക്കില്ല? എന്തിന് മണ്ഡല പുനർനിർണയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു? ഭാരതീയ ജനതാ പാർട്ടി വരില്ല എന്നുള്ള ചിന്തയിലാണ് ഇത് എന്ന് നടപ്പാക്കുന്നത്. അതുകൊണ്ടല്ല, നിങ്ങൾ പറയൂ, നിങ്ങൾ നിയമം നടപ്പാക്കുന്നു എന്ന് പറയുന്നവർക്ക് പറയുവാൻ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട് പാർലമെന്റിൽ. സുന്ദരമായ സ്വപ്നം, നടക്കാത്ത സുന്ദരമായ സ്വപ്നം. പാർലമെന്റിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശവും പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് അന്ന് തന്നെ പറഞ്ഞു. എന്നാണ് സെൻസസ്? സെൻസസ് ഇത് കഴിഞ്ഞ 10 വർഷം മുമ്പ് നിങ്ങൾ പറഞ്ഞതാ, നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ വനിതാ സംവരണ ബില്ല് പാസ്സാക്കും. 10 വർഷത്തിന്റെ വാഗ്ദാനം പോലെയാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഒരു BJP ആയിരിക്കും. ശ്രീമതി ടീച്ചറെ, ഒരൊറ്റ ചോദ്യമാണ്. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരല്ല, ആൺ മാധ്യമ പ്രവർത്തകർ അന്നത്തെ പാർട്ടി സെക്രട്ടറിയോട് ഒരു ചോദ്യം ചോദിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 50% വനിതാ പ്രാതിനിധ്യം ഉണ്ടാവുമെന്ന്. അന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ മറുപടി ടീച്ചർക്ക് അറിയായിരിക്കും. അന്നത്തെ സംസ്ഥാന സെക്രട്ടറി, നിങ്ങൾ ഈ പാർട്ടിയെ തകർക്കാനാണോ ശ്രമിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോലും ഒരു മറുപടി പറഞ്ഞു കണ്ടില്ല. അത് ഞാൻ ശ്രദ്ധയപ്പെടുത്തുകയാണ്. തെറ്റുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് തിരുത്താം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലേക്ക് ഒരു സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏറ്റവും കുറേ ഓറഞ്ച്, നല്ല മുഴുത്ത ഓറഞ്ച് വെച്ചാൽ അതിലേറ്റവും നല്ല പഴുത്ത ഓറഞ്ചിനെ നോക്കിയിട്ടാണ് ആളുകൾ തിരഞ്ഞെടുക്കുക. അതുപോലെയാണ് സമ്മേളനത്തിൽ നിന്ന് അതിൽ ജനാധിപത്യപരമായിട്ടാണ് തിരഞ്ഞെടുക്കുക. ആർക്കും വരാം, സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 500-ൽ ആർക്കും കമ്മിറ്റിയിലേക്ക് വരാം. പക്ഷേ ആ സമ്മേളനമാണ് തിരഞ്ഞെടുക്കുമ്പോൾ ആരെയാണ് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, സ്ത്രീകൾ ഇപ്പോൾ 25% ഞങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ടുണ്ട്, ഇനിയും വരും. അങ്ങനെ 25% നല്ല രീതിയിൽ കേഡർമാരായാൽ അവർ ഭാവിയിൽ നല്ല ഉയർന്ന സ്ഥാനത്തേക്ക് വരും, യാതൊരു സംശയവും വേണ്ട. അതെ അതെ, അല്ല എൻ്റെ ചോദ്യം അതാണ്. നമ്മൾ വനിതാ സംവരണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരു സെഷനിൽ ഒരു വനിതയ്ക്ക് പോലും ചോദ്യം ചോദിക്കാതിരിക്കുക എന്നുള്ള പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചത് തന്നെ. ഇപ്പോൾ ശ്രീമതി ടീച്ചർ ഇപ്പം മുൻപ് ഒരു പരാമർശം നടത്തുന്നുണ്ടായി, ബഹുമാനപ്പെട്ട PT തോമസ് MLA മരിച്ചതിന് ശേഷമാണ് ഉമാ തോമസ് MLA ആയിട്ട് വന്നത്, അപ്പോഴാണ് കോൺഗ്രസിന് ഒരു MLA വന്നത് എന്ന് പറയുകയുണ്ടായി. ശ്രീമതി ബിന്ദുകൃഷ്ണനോട് പറഞ്ഞു കുറച്ചും കൂടി ശക്തമായി പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തൂ എന്ന് പറയുമ്പോൾ തന്നെ തിരിച്ചൊരു പുനർചിന്തനം നടത്താൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? ശ്രീമതി ബിന്ദുകൃഷ്ണ വർഷങ്ങൾക്ക് മുൻപേ തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായി ഇത്രയധികം അതിനുശേഷം അവിടെ ആ ജില്ലയിലുണ്ടായ പുരോഗതിയെ പറ്റിയൊക്കെ അവർ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോഴും എന്തുകൊണ്ട് നമ്മൾ മുൻപ് സംസാരിച്ച വിഷയത്തിൽ തന്നെ പാർട്ടിക്കുള്ളൊരു പുനർചിന്തനം നടത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തുകൊണ്ടൊരു ജില്ലാ സെക്രട്ടറിയായി അല്ലെങ്കിൽ ഒരു സംസ്ഥാന സെക്രട്ടറിയായി ഒരു വനിതയ്ക്ക് വരാൻ കഴിയുന്നില്ല എന്നത് ശക്തമായി അവിടെ ഒരു ചിന്തനം നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. പക്ഷേ ബിന്ദു കൃഷ്ണ വളരെ കഴിവുള്ള KSU മുതൽക്ക് യൂത്തിൻ്റെ മേഖലയിൽ എനിക്ക് എത്രയോ കൊല്ലമായി പരിചയമുള്ളൊരു കുട്ടിയാണ് ബിന്ദു കൃഷ്ണ ജില്ലാ പ്രസിഡൻ്റായതിൽ സന്തോഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ അപ്പം തന്നെ വിളിച്ചിട്ട്, മനസ്സിലായല്ലോ. പക്ഷേ ആ ബിന്ദു കൃഷ്ണ ഇന്നും ഒരു നിയമസഭക്കകത്ത് ജനപ്രതിനിധി ആയില്ലല്ലോ എന്നുള്ള സങ്കടം എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ, അത് മനസ്സിലായല്ലോ കുട്ടിക്ക്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ വരിക മാത്രമല്ല, അവൾ KPCCയുടെ പ്രധാനപ്പെട്ട ആളാണ്, ജില്ലാ പ്രസിഡൻ്റായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു ചെറുപ്പക്കാരിയാണ്. അപ്പോൾ അതല്ല ഇവിടെ വിഷയം. ഏറ്റവും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന മേഖല എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയാണ്. നിയമനിർമ്മാണ സഭകൾ സ്റ്റേറ്റ് അസംബ്ലിയും അതുപോലെ ലോകസഭയും
അവിടെ എത്ര സ്ത്രീകൾ വരുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമല്ലേ? അവിടെ വരണ്ടേ? അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ ഗവൺമെൻറ് തീരുമാനിച്ച് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും അവർ വരും, യാതൊരു സംശയവും വേണ്ട.